ബോളിവുഡിൽ നിത്യഹരിത നായിക എന്ന പേരിനർഹയാണ് രേഖ. കാതൽ മന്നൻ ജമിനി ഗണേശൻ്റെയും നടി പുഷ്പവല്ലിയുടെയും മകളായ ഭാനുരേഖ എന്ന രേഖ. രേഖയുടെ പിതാവ് ജമിനി ഗണേശൻ പല പൂവുകളിൽ നിന്ന് തേൻ നുകരുന്ന ഒരു വണ്ടായിരുന്നു. കാതൽ മന്നൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ തമിഴർ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് പുഷ്പവല്ലി എന്ന നടിയിലുണ്ടായ മകളാണ് രേഖ, ഭാനുരേഖ. ഭാനുരേഖയാണ് പിന്നീട് രേഖയായി മാറിയത്. ആദ്യമൊന്നും ജമിനി ഗണേശൻ രേഖയുടെ പിതൃത്വം അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ജമിനി ഗണേശന് തുറന്നു പറയേണ്ടി വന്നു രേഖ തൻ്റെ മകളാണെന്ന്. രംഗൂലരത്നം എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് രേഖ അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് ബോളിവുഡിൽ സാവൻ 9 ആദ്യ ചിത്രം. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ബോളിവുഡിൽ ശ്രദ്ധേയമായി രേഖ എന്ന ഇരുനിറക്കാരി സുന്ദരി. ബോളിവുഡിലെ സൗന്ദര്യ സമവാക്യങ്ങളെ രേഖ പിന്നീട് മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രേഖ ബോളിവുഡിൽ ഒരു തരംഗമായി മാറി. അതിനോടൊപ്പം രേഖയുടെ വളർച്ചയ്ക്കോടൊപ്പം ഗോസിപ്പുകളും വന്നു തുടങ്ങി. ഗോസിപ്പുകളൊന്നുമല്ല, സത്യം തന്നെയായിരുന്നു. സംവിധായകനായ വിനോദ് മെഹ്റയും രേഖയും തമ്മിൽ ഒരുമിച്ചങ്ങ് താമസം ആരംഭിച്ചു. വിനോദ് മെഹ്റയുടെ കുടുംബം അത് അംഗീകരിച്ചില്ല. പക്ഷേ രേഖയ്ക്ക് ഇതൊക്കെ ഒരു തമാശയായിരുന്നു. പ്രണയവും കാമവും രേഖയ്ക്ക് തമാശയായിരുന്നു. വിനോദ് മെഹ്റയുമായുള്ള ബന്ധം അതിവേഗം ഒഴിഞ്ഞ രേഖ പിന്നീട് പ്രണയിച്ചത് അമിതാഭ് ബച്ചനെയാണ്. സാക്ഷാൽ അമിതാഭ് ബച്ചനെ. സിൽസില എന്ന ഒറ്റ ചിത്രം മതി അമിതാഭ് ബച്ചനും രേഖയും തമ്മിലുള്ള കോമ്പിനേഷൻ തിരിച്ചറിയാൻ. അമിതാഭ് ബച്ചനും രേഖയും തമ്മിലുള്ള ബന്ധം ജയാ ബച്ചൻ എതിർത്തുവെന്നും അമിതാഭ് ബച്ചൻ രേഖയെ ഉപേക്ഷിച്ചുവെന്നും ഒരു പക്ഷം. അതല്ല, രേഖ ബച്ചനെ ഉപേക്ഷിച്ച് മറ്റ് നടന്മാരുടെ കൂടെ പോയി എന്ന് മറുപക്ഷം. എന്തായാലും രണ്ട് പക്ഷങ്ങളിൽ ഏതു പക്ഷമാണ് ശരിയെന്ന് സിനിമാ കേരളയ്ക്ക് അറിയില്ല. അമിതാഭ് ബച്ചനും രേഖയും തമ്മിൽ കൊടുമ്പിരി കൊണ്ട പ്രണയമായിരുന്നു. ആ പ്രണയത്തിൻ്റെ അവസാനം ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് രേഖ പ്രണയിച്ചത് തന്നെക്കാൾ 30 വയസ്സിന് ഇളപ്പമുള്ള അക്ഷയ് കുമാറിനെയാണ്. അക്ഷയ് കുമാറും രേഖയും തമ്മിൽ ഖിലാഡിയോം കാ ഖിലാഡി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതോടുകൂടിയാണ് അക്ഷയ് കുമാർ രേഖയുടെ ശ്രദ്ധയാകർഷിച്ചത്. അതിനിടയിൽ രേഖ ഒരു വിവാഹം കഴിച്ചിരുന്നു, മുകേഷ് അഗർവാൾ എന്ന ബിസിനസ്സുകാരനെ. അദ്ദേഹം അതിവേഗം തന്നെ ആത്മഹത്യ ചെയ്തു. രേഖ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഒരു പക്ഷം. അതല്ല, മുകേഷ് അഗർവാൾ എന്ന ബിസിനസ്സുകാരൻ സാമ്പത്തികമായി തകർന്നതാണെന്ന് മറുപക്ഷം. എന്തായാലും ഭർത്താവിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് രേഖ പ്രതികരിച്ചിട്ടില്ല. അതിനുശേഷമാണ് അക്ഷയ് കുമാറും രേഖയും തമ്മിലുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടത്. തന്നെക്കാളും 30 വയസ്സിനെളുപ്പമുണ്ട് അക്ഷയ് കുമാറിന്. അക്ഷയ് കുമാർ അന്ന് കൊച്ചു പയ്യനാണ് കിലാഡിയും കാ കിലാഡിയിലൊക്കെ അഭിനയിക്കുമ്പോൾ. പക്ഷേ അക്ഷയ് കുമാർ രേഖ ബന്ധം അങ്ങ് ബോളിവുഡിൽ പാട്ടായി മാറി. അതും അതിവേഗം വേർപിരിഞ്ഞു. ഇപ്പോൾ തൻ്റെ സെക്രട്ടറിയോടൊത്ത് ജീവിക്കുകയാണ് രേഖ എന്നാണ് വർത്തമാനം. രേഖയ്ക്ക് വയസ്സ് 70 കഴിഞ്ഞു. 70 കഴിഞ്ഞെങ്കിലും രേഖ ഇപ്പോഴും സുന്ദരി തന്നെ. നിത്യഹരിത നായിക തന്നെയാണ് രേഖ. ഇരുനിറക്കാരി ബോളിവുഡിനെ കീഴടക്കി. ആ അങ്കലാവണ്യത്തിൽ ബോളിവുഡിലെ നടന്മാരും സംവിധായകരും ഈയാംപാറ്റകളായി മാറി. രേഖയുടെ ജീവിതകഥ പല രീതിയിൽ പലരും എഴുതിയിട്ടുണ്ട്. രേഖയുടെ ജീവിതകഥയിൽ അനുഭവത്തിൻ്റെ എരിവുണ്ട്, അനുഭവത്തിൻ്റെ ചൂടും ചൂരുമുണ്ട്. പ്രശസ്തനായ അച്ഛൻ്റെ മകൾ, അച്ഛൻ അംഗീകരിക്കാത്ത മകൾ, പിന്നീട് അച്ഛനെ കൊണ്ട് അംഗീകരിപ്പിച്ച മകൾ, അതൊക്കെയായിരുന്നു രേഖ. ബോളിവുഡിൽ രേഖ ഒരു വിസ്മയമായപ്പോൾ ജമിനി ഗണേശൻ അഭിമാനത്തോടെ പറഞ്ഞു അതെൻ്റെ മകളാണെന്ന്. പക്ഷേ അച്ഛൻ്റെ സ്വഭാവം തന്നെയായിരുന്നു രേഖയ്ക്ക്. ഒരു പുരുഷനിൽ രേഖ ഒതുങ്ങിയില്ല. പല പുരുഷന്മാരിൽ രേഖ ചുറ്റി സഞ്ചരിച്ചു. ഇതൊക്കെയാണ് രേഖയുടെ കഥ. രേഖയുടെ കഥ ബോളിവുഡിലെ കച്ചവട സിനിമയുടെയും കൂടി കഥയാണ്.